താമസിക്കുന്നത്? ഇരുപത് വർഷത്തോളായിട്ട് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഗ്രൂപ്പുണ്ട്. മലയാളികളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ജയരാധ മാധവ് ആരാ? ഞാനാണോ പാടണ്ടേ? പാടുന്ന ആളുണ്ട്. മാതാജി പാടുമെങ്കിലും ഇല്ല ഇല്ല, സിസ്റ്റം അനുസരിച്ച് പോയിക്കോട്ടെ പ്രഭു. ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചരൺ ഗംഗ മാതാജി എത്തിയോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി ദണ്ഡവത്നം. പ്രണാം മാതാജി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപി ജന വല്ലഭ ജയ गिरिवरधारी, जय गिरिवरधारी, जय यशोदनन्दन व्रज जनरञ्जन, यशोदनन्दन व्रज जनरञ्जन, यमुनातीरवनचारी, जय राधा माधव कुञ्ज बिहारी, जय राधा माधव जय कुंज बिहारी, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरेश माताजी दंडवत प्रणाम. हरे कृष्णा. श्री श्री राधा श्याम सुंदर भगवान की जय. श्री श्री राधा माधव की जय. जगन्नाथ बलदेव सुभद्रा माई की जय. गौर निताई की जय. नरसिंहदेव भगवान की जय. पंचतत्वा की जय. श्रीला प्रभुपाद की जय. गुरु महाराज की जय. निताय गौर प्रमानंदे. हरि हरि बोल. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथानिदान्तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपदान् सहगणललिता श्रीविशाखानिधांश्च. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकाकान्त राधाकान्त नमोऽस्तुते. तप्तकाञ्चन गौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം.
ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാമത്തെ അധ്യായത്തിലെ 12, 13 ശ്ലോകങ്ങളാണ്. 10ാമത്തെ അധ്യായത്തിന്റെ പേര് വിഭൂതി യോഗം എന്നാണ്. ഭഗവാൻ തൻ്റെ വിഭൂതികളെ പറ്റിയിട്ട് വ്യക്തമാക്കുന്ന ഒരു അധ്യായമാണ് വിഭൂതി യോഗം എന്ന് പറയുന്ന ഈ 10ാമത്തെ അധ്യായം. ഈ 10ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് ചതുശ്ലോകി ഭഗവത്ഗീത കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചതുശ്ലോകി ഭഗവത്ഗീത കേട്ട ശേഷം അർജുനൻ പ്രതികരിക്കുന്നതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ സാരാംശം. അപ്പോൾ നമുക്ക് ശ്ലോകം നോക്കാം. ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 12. അർജുന ഉവാച പരബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ശ്ലോകം 13. ആഹുസ്ത്വമൃഷയാ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. അർജുന ഉവാച പരബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ആഹുസ്ത്വമൃഷയാ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ശ്ലോകം ആരെങ്കിലും ആവർത്തിക്കാറുണ്ടോ പ്രഭു? വായിക്കാറുണ്ട് മാതാജി. ഓക്കെ, ആർക്കെങ്കിലും 2-3 പേർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുനോവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യമാദിദേവമജം വിഭു. ആഹുസ്വാമൃഷയാ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യമാദിദേവമജം വിഭു. ആവുസ്താമൃഷയാ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യ ആദിദേവം അജം വിഭു. ആഹുസസ്ത്യമ സർവേ ദേവർഷി നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവീഷി മേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശ്രീ കൃഷ്ണ മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും. ആഹുസ്ത്വമൃഷയാ സർവേ ദേവർഷിർനാരദസ്തദാ ആസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവീഷി മേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും. ആകുസ്താമൃഷയാ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവീഷി മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും. ശ്ലോകം 13. ആഹസ്ത്വാമൃഷയാ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ
പവിത്രം പരമം ഭവാൻ പുരുഷം ശ്വാശ്വതം ദിവ്യം ആദിദേവമജം വിഭോ. ശ്ലോകം 13. ആഹുസ്ത്വാം ഋഷയാ സർവേ ദേവർഷി നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും. ആഹുസ്ത്വാം ഋഷയാ സർവേ ദേവർഷി നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. തുടങ്ങാം മാതാജി. ഓക്കെ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. വിവർത്തനം ദയവായി ഏറ്റുചൊല്ലുക. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭവാൻ തന്നെ. സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നി പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ചതുശ്ലോകി ഭഗവത്ഗീത ഭഗവാനിൽ നിന്ന് കേട്ടറിഞ്ഞ ശേഷം അർജുനൻ ഇവിടെ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശ്ലോകത്തില്. ഇപ്പോ അർജുനൻ എങ്ങനെയാണ് ഈ അറിവ് കൈവരിച്ചത് എന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആഹുസ്ത്വാം ഋഷയാ സർവേ ദേവർഷിർ നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പൊ അർജുനൻ ദേവർഷികളായിട്ടുള്ള നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയിട്ടുള്ള മഹാജനങ്ങളിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടറിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ സ്വയം ചൈവ ബ്രവീഷിമേ, ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അർജുനൻ ഒരിക്കലും അജ്ഞാനിയല്ല. അർജുനൻ രാജർഷികളിൽ ഒരാളാണ്. അർജുനന് വളരെയധികം ജ്ഞാനമുണ്ട് ഭഗവാനെ കുറിച്ച്. കാരണം അർജുനൻ ഭഗവാന്റെ സന്തത സഹചാരിയായിട്ടുള്ള വ്യക്തിയാണ്, ഭഗവാന്റെ സുഹൃത്താണ്, അഭ്യുതകാംക്ഷിയാണ്. അങ്ങനെയുള്ള അർജുനൻ ഒരിക്കലും അജ്ഞാനിയല്ല. പക്ഷേ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാന്റെ പദ്ധതി പ്രകാരം അർജുനൻ അജ്ഞാനിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അർജുനൻ അജ്ഞാനിയാക്കപ്പെടുന്നത്? നമുക്ക് വേണ്ടി, അല്ലെ? നമ്മളെ പോലെയുള്ള ബദ്ധാത്മാക്കളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള ഒരു മാർഗമാണ് അർജുനനിലൂടെ ഭഗവാൻ നമുക്ക് തുറന്നു തരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയാണ് അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അജ്ഞാനിയാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തില് ഇവിടെ പ്രഭുപാദ വലിയ വിശദമായിട്ടുള്ളൊരു ഭാവാർത്ഥം തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ വലിയ ഭാവാർത്ഥങ്ങൾ പ്രഭുപാദം നൽകുമ്പോൾ ഒന്ന് നാം മനസ്സിലാക്കണം, ഭഗവാനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ പരമദിവ്യത്വം നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ടുള്ള ഒരു ഭാവാർത്ഥം പ്രഭുപാദം നമുക്ക് നൽകുന്നത്. അപ്പോൾ വളരെ കാതലായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഭഗവാന്റെ പരമ ദിവ്യത്വം അല്ലെങ്കിൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് സമർത്ഥിക്കുന്നിടത്താണ് പ്രഭുപാദ വളരെ വലിയ ഭാവാർത്ഥങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതും അതുപോലെ ഒരു വലിയ ഭാവാർത്ഥമാണ്. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയാണ്, ആധുനിക തത്വചിന്തകർക്ക് ഒരു അവസരം നൽകുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. അപ്പോ ഭഗവാൻ
ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് അർജുനൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യാണ്. ഇപ്പോൾ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ വ്യക്തിഗത ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് ഈ ഒരു ശ്ലോകം സൂചിപ്പിക്കുന്നു എന്ന് പ്രഭുപാദ പറയുന്നു. അപ്പൊ എങ്ങനെയാണ് പരമപ്രഭു വ്യക്തിഗത ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്? അതാണ് അർജുനൻ പറയുന്നത്. പരബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യക്തിഗത ജീവാത്മാക്കളായിട്ടുള്ള നമുക്ക് അല്ലെ ജനനമുണ്ട്, മരണമുണ്ട്. പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജനനവും മരണവും എല്ലാം നിശ്ചയിക്കുന്നത്. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ഇച്ഛയാലാണ് അവതരിക്കുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു ശ്ലോകത്തില് അർജുനൻ പറയാണ് ഭഗവാൻ വിഭുവാണ്, ശാശ്വതനാണ്, അജനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് വരാം. അപ്പോൾ ഈ ചതുശ്ലോകി ഭഗവത്ഗീത ഭഗവാനിൽ നിന്ന് കേട്ടറിഞ്ഞ ശേഷം തൻ്റെ അജ്ഞാനം പോയതായിട്ട് അർജുനൻ മനസ്സിലാക്കുകയും ഭഗവാനെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഭഗവാന്റെ കൃപയാലാണ് അർജുനന് അജ്ഞാനം നീങ്ങിപ്പോകുന്നത്. അപ്പോൾ ഭഗവാന്റെ കൃപയാൽ അജ്ഞാനം മാറിപ്പോകുമ്പോഴാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഭഗവാനെ ആരാധിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവാനെ ആരാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ അജ്ഞാനം നീക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാന്റെ അനുകമ്പയിലാണ് നമ്മുടെ അജ്ഞാനം നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് ചതുശ്ലോകി ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്, തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അല്ലെ, ഭഗവാൻ എന്താ പറയുന്നത്? അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിരുന്ന് ജ്ഞാനദീപം കൊണ്ട് അജ്ഞാനജന്യമായിട്ടുള്ള തമസ്സിനെ അകറ്റും എന്ന് പറയാണ്. അപ്പൊ ആരാണ് ഈ അവർ? ചതുശ്ലോകി ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, അവരെ കുറിച്ച് പറയുന്നുണ്ട്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. അല്ലെ, പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർ, എനിക്കായി പ്രവർത്തിക്കുന്നവർ, എന്നെ നേടാൻ ആഗ്രഹിക്കുന്നവർ, എന്നെ പരമപുരുഷനായിട്ട് അംഗീകരിക്കുന്നവർ, അവരിലാണ് ഭഗവാൻ സവിശേഷ അനുകമ്പ ചൊരിയുന്നത്. ഭഗവാന് വേണ്ടിയിട്ട് നാം പ്രയത്നിക്കണം. എന്നാൽ മാത്രമേ ഭഗവാന്റെ അനുകമ്പ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അല്ലാതെ വഴിയിൽ പോകുന്ന എല്ലാവർക്കും ലഭ്യമാകുന്ന ഒന്നല്ല ഭഗവാന്റെ കാരുണ്യം. അപ്പോൾ അതിനുവേണ്ടി നാം പ്രയത്നിക്കണം. അപ്പോൾ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ നേടാനും മനസ്സിലാക്കുവാനും ഭഗവാന്റെ കരുണയ്ക്ക് പാത്രമാകുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചതുശ്ലോകി ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് സംബന്ധ, അഭിധേയ, പ്രയോജന എന്നീ 3 തലങ്ങളിലാണ് ജ്ഞാനം പകർന്നു നൽകുന്നത്. അപ്പോൾ അതിൽ കൂടിയാണ് അർജുനൻ ഭഗവാനുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെ മനസ്സിലാക്കുകയും അതിന് എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോൾ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ നേടാനും മനസ്സിലാക്കാനും ഭഗവാന്റെ കരുണയ്ക്ക് പാത്രമാകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാനെ നേടണമെങ്കിൽ നാം പ്രയത്നിക്കണം. ഇപ്പോൾ ഉദാഹരണം, രുക്മിണി ദേവി ഭഗവാനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് കൊട്ടാരത്തില് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത് അല്ലെ. രുക്മിണി ദേവി അതിനുവേണ്ടി പ്രയത്നിച്ചു. ബ്രാഹ്മണനെ ദൂതനായി പറഞ്ഞയച്ചു. അതുപോലെ ഭഗവാന് പ്രേമലേഖനം കൊടുത്തയച്ചു. ഭഗവാൻ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു. ഭഗവാന്റെ തേര് വരുന്ന അതേ സമയത്ത് പൂജയ്ക്കായി പോയ ദേവീ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും അതേ സമയത്ത് ഭഗവാന്റെ തേര് വരികയും ഭഗവാൻ രുക്മിണി ദേവിയെ കൂട്ടിക്കൊണ്ടു പോവുകയുമാണ് ചെയ്തത്. അപ്പോൾ ഭഗവാനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച രുക്മിണി ദേവി കൊട്ടാരത്തിലെ തൻ്റെ മുറിയിൽ ഇരുന്നെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ പത്നിയാകാൻ സാധിക്കുമായിരുന്നില്ല. രുക്മിണി ദേവി പ്രയത്നിച്ചത് കൊണ്ടാണ് ഭഗവാനെ ഭർത്താവായിട്ട് നേടാൻ സാധിച്ചത്. അതുപോലെ നമ്മളും പ്രയത്നിക്കണം. ശ്രീമദ് ഭാഗവത്തില് നാരദവ്യാസ സംവാദം വരുന്നുണ്ട് അല്ലെ, 5-ാമത്തെ അധ്യായത്തില്. അപ്പോൾ അവിടെ വ്യാസദേവന്റെ സംതൃപ്തിയില്ലായ്മയെ കുറിച്ചിട്ട് ചർച്ച വരുമ്പോൾ നാരദ മഹർഷി പറയുന്നുണ്ട്, ഇത്രയും നാളും ചെയ്ത പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം രചിച്ചിട്ടും സംതൃപ്തി ലഭ്യമാകാത്തത്
ഹരിയെ കുറിച്ച് വർണ്ണിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരിചര്യാനു വർണ്ണനം നടത്താത്തത് കൊണ്ടാണ് സംതൃപ്തി നേടാൻ പറ്റാത്തത് എന്ന് വ്യാസദേവനോട് നാരദ മഹർഷി പറയുന്നുണ്ട്. അപ്പോൾ ഹരിചര്യാനു വർണ്ണനം ചെയ്യണം, അല്ലെ? ഭഗവാന് വേണ്ടി നാം പ്രയത്നിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം നമുക്ക് ഒരിക്കലും തനിയെ പ്രാപ്തമാക്കാൻ പറ്റുന്ന ഒന്നല്ല. ഭഗവാന്റെ കാരുണ്യം നമുക്ക് പ്രാപ്തമാകണമെങ്കിൽ ഗുരുവിന്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ. ഇപ്പൊ ഗുരുവിന്റെ കൃപയില്ലാതെ, ഗുരുവിന്റെ സഹായമില്ലാതെ നമുക്കൊരിക്കലും ഭഗവാനെ മനസ്സിലാക്കാനോ നേടാനോ സാധിക്കില്ല. ഗുരുവാണ് നമുക്ക് ഭഗവാനെ തരുന്നത്, ഭഗവാനാണ് നമുക്ക് ഗുരുവിനെ തരുന്നത്. ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഭഗവത്ഗീതയില് ഭഗവാൻ നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തില് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ എന്ന് തുടങ്ങുന്ന ശ്ലോകം ഭഗവാൻ ഗുരുവിന്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒന്നാണ്. അപ്പോൾ ഭഗവാൻ അവതാരമെടുത്ത സമയത്ത് നമുക്ക് ഗുരുവിനെ സ്വീകരിച്ച് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചപ്പോഴും അതുപോലെ ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് അവതരിച്ചപ്പോഴും ഒക്കെ നമുക്ക് ഗുരുവിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഭഗവാൻ സ്വയം ഗുരുവിനെ സ്വീകരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ശരീരമാകുന്ന നമ്മുടെ ഈ വഞ്ചി തുഴഞ്ഞ് ഭൗതിക സാഗരം താണ്ടി പോകണമെങ്കിൽ ഗുരു അമരക്കാരനായി വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക സാഗരം താണ്ടി പോവാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത അന്ത്യത്തില് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീമദ് ഭാഗവത്തിന്റെ 11-ാമത്തെ സ്കന്ധത്തില് ഗുരു അമരക്കാരനും ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുകൂലമായിട്ടുള്ള കാറ്റുമായി വന്നാൽ നമ്മുടെ ശരീരമാകുന്ന ഈ വഞ്ചി തുഴഞ്ഞ് നമുക്ക് ഭൗതിക സാഗരം താണ്ടാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ഭാഗവത്തില് ഭഗവാൻ ഉദ്ധവരോട് പറയുന്ന ശ്ലോകമാണിത്. ഇപ്പോൾ ഗുരുവിനുള്ള പ്രാധാന്യം അത്ര വലുതാണ്. ഇപ്പൊ ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഗുരുവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും അറിയുവാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഭഗവത്ഗീത ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നാം മംഗളാചരണം ചൊല്ലാറുണ്ട്, അല്ലെ? അപ്പോൾ നാം ഗുരുവിനോട് എന്താണ് ആ മംഗളാചരണത്തിൽ പ്രാർത്ഥിക്കുന്നത്? ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശ്ലാഘയ ചക്ഷുരും മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അപ്പോൾ എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അജ്ഞാനമാകുന്ന കടും തിമിരത്തെ എന്നിൽ നിന്ന് മാറ്റാൻ കൃപ ചൊരിയണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? നമ്മൾ അജ്ഞാനമാകുന്ന കടും തിമിരത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഗുരു ജ്ഞാനദീപമാകുന്ന ആ ഒരു വെട്ടം കൊണ്ട് നമ്മുടെ അജ്ഞാനത്തെ മാറ്റിത്തരണമെന്നാണ് നമ്മൾ ഓരോ തവണയും ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ അർജുനൻ ഭഗവാനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങ് പരബ്രഹ്മമാണ്, പരമപുരുഷനാണ്, ചരാചരങ്ങളുടെ എല്ലാം ഉൽപ്പത്തി അങ്ങിൽ നിന്നാണ് എന്ന് ഒക്കെ അർജുനൻ ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഭഗവത് സേവന പ്രക്രിയയിൽ അജ്ഞാനം നീങ്ങിപ്പോകും എന്ന് കൃഷ്ണൻ മുൻപുള്ള ശ്ലോകത്തിൽ പറയുന്നതും അർജുനൻ അറിയാം. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ നിന്നെല്ലാം അർജുനൻ എന്താണ് സ്ഥിരീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഭഗവാൻ നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എന്ന് അർജുനൻ സ്ഥിരീകരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് അർജുനൻ പറയുന്നത്? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും എന്നാ പറയുന്നത്. ഭഗവാൻ പരബ്രഹ്മമാണ്, പരമപുരുഷനാണ്, പവിത്രവും പരമവും ശാശ്വതവുമാണ്, ദിവ്യനാണ്, ആദിദേവനാണ്, അജനാണ്, വിഭുവാണ് എന്നൊക്കെയാണ് അർജുനൻ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് ഭഗവാനെ വ്യത്യസ്തനാക്കുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ, നമ്മൾ വ്യക്തിഗത ജീവാത്മാക്കളാണ്, നമ്മൾ ബദ്ധാത്മാക്കളായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജനിക്കാനും മരിക്കാനും വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് ഈ ഭൗതിക പ്രകൃതിയുടെ ഒരു നിയമവും ബാധകമല്ല. ഭഗവാൻ സ്വന്തം ഇച്ഛയാലാണ് അവതരിക്കുന്നത്. ഭഗവാൻ അജനാണ്, അല്ലെ? അർജുനൻ പറയുന്നു ഭഗവാൻ അജനാണ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് അജൻ എന്ന വാക്കിന്റെ അർത്ഥം?
ജന്മരഹിതൻ എന്നാണ് അജൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഭഗവാൻ ജനിക്കുകയല്ല ചെയ്യുന്നത്, ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ സൃജാമി എന്ന പദം ഭഗവാന്റെ അവതാരത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദ പറയാറുണ്ട്, ഭഗവാൻ ജനിച്ചു എന്ന് ഒരിക്കലും നമ്മൾ പറയരുത്, ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കല് ശ്രീല പ്രഭുപാദര് വൃന്ദാവനത്തിൽ നിന്ന് എവിടേക്ക് യാത്രയാകാൻ തുടങ്ങാണ്. അപ്പോൾ ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, പ്രഭുപാദ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം, നാളെ ജന്മാഷ്ടമിയാണ് എന്ന് പറയും. അപ്പോൾ പ്രഭുപാദ ചിരിച്ചുകൊണ്ട് പറയും, എന്നും ജന്മാഷ്ടമിയാണ്, പിന്നെ ഞാൻ എന്തിനു ജന്മാഷ്ടമിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ അന്ന് തന്നെ യാത്ര തിരിച്ചു. അപ്പോൾ ഭഗവാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ നമ്മുടെ കൺമുമ്പില് ഭഗവാൻ ഇല്ല എന്ന് കരുതി ഭഗവാന്റെ അവതാരങ്ങൾ എവിടെയും നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. ശ്രീമദ് ഭാഗവത്തില് സൂര്യന്റെ ഉദാഹരണമാണ് ഇതിനായിട്ട് പ്രഭുപാദ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷനായി എന്ന് കരുതിയിട്ട് സൂര്യൻ ഇവിടെ ഇല്ല എന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. അതേപോലെയാണ് ഭഗവാനും. അപ്പോൾ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഈ ഭൗതിക ലോകത്ത് നിന്ന് ഭഗവാൻ സ്വധാമത്തിലേക്ക് പ്രസ്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഭഗവാൻ വേറെ എവിടെയോ ഭഗവാന്റെ അവതാരം വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോ പിന്നെ നമ്മളിൽ നിന്ന് ഭഗവാനെ വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്, അല്ലെ? നമ്മളുടെ കർമ്മങ്ങൾക്ക് നമുക്ക് ഫലം കിട്ടും. നല്ലതായാലും ചീത്തയായാലും അവയെല്ലാം നാം അനുഭവിക്കണം. പക്ഷെ ഭഗവാന് ഇത്തരത്തിലുള്ള യാതൊരു നിബന്ധനകളുമില്ല. ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നമാം കർമാണി ലിബന്തി നമേ കർമ്മ ഫലേ സ്പൃഹ എന്ന് പറയുന്നുണ്ട്, അല്ലെ? എന്താ ഭഗവാൻ പറയുന്നത്? കർമ്മങ്ങൾ എന്നെ ഒരിക്കലും ബാധിക്കുന്നില്ല, കർമ്മഫലേച്ഛയും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ കർമ്മം ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പക്ഷെ ലീലകളായിട്ടാണ് അറിയപ്പെടുന്നത്. അതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് സച്ചിദാനന്ദമയമാണ്. സച്ചിത് ആനന്ദം, അല്ലെ? ഇവയുടെ ഒരു കൂട്ടായ്മയാണ് ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എവിടെയും അവതരിക്കുന്നത് സ്വ ഇച്ഛയാലാണ്. അപ്പോൾ ഭഗവാനെ ഒന്നും എവിടെയും ഒരു നിയമവും ഭഗവാനെ ബാധിക്കുന്നില്ല ഭഗവാന്റെ അവതാരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വശംവദരായിട്ടാണ് ശരീരം എടുക്കുന്നതും ഉപേക്ഷിക്കുന്നതും. അപ്പോൾ നമ്മൾ ജനനം എടുക്കുന്ന സമയത്ത് ഈ നവഗ്രഹങ്ങൾ വന്നിട്ട് അവർക്ക് തോന്നിയ സ്ഥലത്ത് നിൽക്കുമെന്ന് ആചാര്യന്മാര് പറയാറുണ്ട്, അല്ലെ? ബുധൻ ശുക്രന്റെ കൂടെ പോയി നിൽക്കും, ശനി ചൊവ്വയുടെ കൂടെ പോയി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ആചാര്യന്മാര് പറയാറുണ്ട്. പക്ഷെ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഈ നവഗ്രഹങ്ങൾക്ക് വളരെയധികം ആശയക്കുഴപ്പമാണ് എന്നാ പറയുന്നത്. എവിടെ ഏത് സ്ഥാനത്ത് നിന്നാലാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വളരെ ആശയക്കുഴപ്പമാണ്. അപ്പോൾ അവര് ഭയത്തോടെയാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ജനിക്കുമ്പോഴോ അവർ തോന്നിയ സ്ഥലത്ത് പോയി നിൽക്കും, അല്ലെ? പിന്നെ ജ്യോതിഷിമാര് ഗണിച്ച് ബുധൻ ശുക്രന്റെ കൂടെ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തും. അപ്പോ ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദമാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ശരീരമോ? നമ്മുടെ ശരീരം അവിദ്യപൂർണമാണ്, അല്ലെ? മജ്ജയും മാംസവും കൊണ്ട് നിർമ്മിതമാണ്, പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അസത് അചിത് നിരാനന്ദം എന്നാണ് നമ്മുടെ ശരീരം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാനെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങള്. അപ്പോ അർജുനൻ എങ്ങനെയാണ് ഈ ഒരു അറിവുകളൊക്കെ നേടുന്നത്? അർജുനൻ ഈ ശ്ലോകത്തിൽ പറയുന്നു, ആഹുസ്ത്വം ഋഷയ സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ, അല്ലെ? അസിതൻ, ദേവലൻ, വ്യാസൻ, നാരദൻ തുടങ്ങിയിട്ടുള്ള മഹർഷി വര്യന്മാരിൽ നിന്ന് ഞാൻ അങ്ങയെ കുറിച്ചിട്ട് മനസ്സിലാക്കി. മാത്രമല്ല ഇപ്പോ അങ്ങുകൂടി എനിക്ക് സ്വയം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, സ്വയം ചൈവ ബ്രവീഷിമേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങയെ പരബ്രഹ്മമായിട്ട്, പവിത്രനായിട്ട്, അജനായിട്ട്, വിഭുവായിട്ടൊക്കെ അംഗീകരിക്കുന്നു എന്ന് അർജുനൻ ഇവിടെ പറയാണ്. ഇപ്പൊ ചതുശ്ലോകി ഭഗവത്ഗീത ഭഗവാനിൽ നിന്ന് കേട്ടറിഞ്ഞ ശേഷമാണ് അർജുനൻ പ്രസ്താവിക്കുന്നത്. അപ്പൊ അതിനു മുൻപ് അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയ മഹർഷി വര്യന്മാരിൽ നിന്ന് അർജുനൻ മനസ്സിലാക്കിയിരുന്നു.
പക്ഷേ ഭഗവാനും കൂടി പറയുമ്പോൾ അതിന് വളരെയധികം ആധികാരികത കൈവരുകയും അർജുനൻ അത് അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 തലത്തിൽ കൂടിയാണ് അറിവ് നേടുന്നതെന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. പ്രത്യക്ഷ, അനുമാന, ശബ്ദ. അപ്പോൾ ഈ പ്രത്യക്ഷ പ്രമാണവും അനുമാന പ്രമാണവും പൂർണ്ണമായിട്ടും ശരിയല്ല. അപ്പോൾ ശബ്ദ പ്രമാണമാണ് ആധികാരികമായിട്ട് കണക്കാക്കുന്നത്. അതേ ശബ്ദ പ്രമാണത്തിലൂടെയാണ് അർജുനൻ ഭഗവാനെ പറ്റിയിട്ട് കേൾക്കുന്നത്, അല്ലെ? അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയിട്ടുള്ള മഹർഷി വര്യന്മാര് അർജുനനോട് ഭഗവാനെ പറ്റി പറഞ്ഞത് അർജുനൻ മനസ്സിലാക്കിയത് ശബ്ദ പ്രമാണത്തിലൂടെയാണ്. ഇപ്പോൾ ഭഗവാനും അതേ ശബ്ദ പ്രമാണത്തിലൂടെ അർജുനനോട് പറയുകയാണ്, ഞാൻ എൻ്റെ അഹം സർവസ്യ പ്രഭവോ, അല്ലെ? ഞാനാണ് ഈ ലോകത്തിന്റെ എല്ലാം നാഥൻ, എന്നിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭഗവാൻ അർജുനന് സ്വയം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ് അർജുനൻ ഭഗവാനെ അംഗീകരിക്കുന്നത്. അപ്പോൾ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനമാണ് ആധികാരികമായത്. ആ വഴിയിലൂടെ വേണം നമ്മളും ഭഗവാനെ മനസ്സിലാക്കുവാൻ, അംഗീകരിക്കുവാൻ, ഭഗവാനെ കുറിച്ചിട്ടുള്ള സത്യം മനസ്സിലാക്കുവാൻ. അപ്പോൾ ഈ പരമമായിട്ടുള്ള സത്യം അർജുനൻ വെളിപ്പെടുത്തുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ കൃഷ്ണൻ അർജുനന്റെ ആത്മമിത്രമായതുകൊണ്ട് അർജുനൻ ഭഗവാനെ ഒന്ന് പൊക്കി പറയുന്നത് അല്ലെങ്കിൽ ഒന്ന് പുകഴ്ത്തുന്നതായിട്ട് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം ആളുകൾ, അല്ലെ? ഇവിടെ പ്രഭുപാദ പറയാണ്, നിരപേക്ഷ തത്വം എന്നും പരമപുരുഷൻ എന്നും മുഖസ്തുതി പറയുകയല്ല അർജുനൻ ചെയ്യുന്നത്, അല്ലെ? അർജുനൻ ഗുരു ശിഷ്യ പരമ്പര വഴി അറിഞ്ഞ ജ്ഞാനത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്, വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ പറയുന്ന ഈ വാക്കുകൾക്ക് വേദപ്രാമാണ്യമുണ്ട്. അപ്പോൾ ഭക്തിയോടെ സേവനനിരതരായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ, അല്ലെ? ഇതാണ് വൈദിക ആജ്ഞ. അപ്പോൾ ആ വൈദിക ആജ്ഞ പ്രകാരമാണ് അർജുനൻ ഇവിടെ സംസാരിക്കുന്നത്. അർജുനൻ ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുശിഷ്യ പരമ്പര വഴി വരുന്ന ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ മഹാജനങ്ങളിൽ നിന്ന് നാം എന്തെങ്കിലും അറിയുമ്പോൾ അതേപടി അതിനെ അംഗീകരിക്കണം. കാരണം അവർ പരമസത്യം മനസ്സിലാക്കിയ ആളുകളാണ്, അല്ലെ? ഇപ്പോൾ 12 മഹാജനങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. ഈ 12 മഹാജനങ്ങളും ഭഗവാനെ കുറിച്ചിട്ടുള്ള പരമമായിട്ടുള്ള സത്യം വെളിപ്പെടുത്തുവാനായിട്ട് അർഹത നേടിയ ആളുകളാണ്. അവർ പരമസത്യം മനസ്സിലാക്കിയവരാണ്. ഇപ്പൊ മഹാജന ഏന കഥാ സബദ്ധ എന്ന് പറയാറുണ്ട് ശാസ്ത്രത്തില്. അപ്പോൾ അജ്ഞാനജന്യമായിട്ടുള്ള തമസിനെ നമുക്ക് അകറ്റണമെങ്കിൽ ഈ ഗുരുശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്തൊരു ജ്ഞാനവും നമ്മളെ സഹായിക്കില്ല. അപ്പോൾ ഈ ശ്ലോകത്തില് അർജുനൻ പറയുന്ന ഓരോ പദവും വേദോക്തങ്ങളാണ്. അപ്പോൾ അത് നാം അംഗീകരിക്കുകയും അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്ര വിശദമായിട്ട് നമ്മുടെ മുൻപിൽ എത്തിക്കുന്നത്. ഇപ്പൊ ഒരിക്കല് ശ്രീല പ്രഭുപാദരോട് ഒരാൾ പറയാണ്, എനിക്ക് പരമാത്മാവിന്റെ ചിത്രം വരയ്ക്കണം എന്ന് പറയും. അപ്പോൾ പരമാത്മാവ് ചതുർഭുജ രൂപത്തിൽ ഇരിക്കുകയാണോ നിൽക്കുകയാണോ ചെയ്യുന്നത് എന്ന് ശ്രീല പ്രഭുപാദരോട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രഭുപാദ തന്റെ സിദ്ധമായിട്ടുള്ള ശൈലിയിൽ മറുപടി പറയാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യോഗികള് അനേകായിരം വർഷങ്ങൾ തപസ്സനുഷ്ഠിക്കുന്നത്, എന്നിട്ടും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷം പറയും, ഭഗവാൻ ചതുർഭുജനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ ശ്രീല പ്രഭുപാദര് ഭഗവാൻ ചതുർഭുജ രൂപത്തിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്, വേറെ ഒന്നും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പരമസത്യമായിരിക്കും, അത് നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ ഭഗവത്ഗീത പഠിക്കേണ്ടത് എന്ന് ശ്രീല പ്രഭുപാദര് ഭഗവത്ഗീതയ്ക്ക് നൽകിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള അവതാരികയിൽ പറയുന്നുണ്ട്, അല്ലെ? അർജുനനെ പോലെ ആവണം നാം ഭഗവത്ഗീത പഠിക്കേണ്ടത് എന്ന് അവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ അർജുനൻ എന്താണ് ചെയ്യുന്നത്? അർജുനൻ ഭഗവാനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം അർജുനൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാണ്. അപ്പൊ ഗുരുവായിട്ടും പരബ്രഹ്മമായിട്ടും പരമദിവ്യോത്തമ പുരുഷനായിട്ടും ഭഗവാനെ അർജുനൻ അംഗീകരിക്കുന്നു. അപ്പോൾ അത്തരത്തില്
ഭഗവാനെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് ഭഗവത്ഗീതയുടെ അവതാരികയിൽ പ്രഭുപാദ പറയുന്നുണ്ട്. ഇപ്പൊ ഗുരുശിഷ്യ പരമ്പരയിലൂടെ പകർന്നു വരുന്ന ജ്ഞാനത്തിലൂടെ നാം ഭഗവാനെ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജ്ഞാനം നാം പ്രാപ്തമാക്കേണ്ടത്? ഇപ്പോൾ ഭഗവാന് ചെയ്യുന്ന ഭഗവത് സേവനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? അപ്പോ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭക്തിയാമാം അഭിജാനാതി, അല്ലെ? എന്നെ മനസ്സിലാക്കാനായിട്ട് ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ, വേറൊരു കുറുക്കു വഴികളും ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭക്തിയുത സേവനം, അല്ലെ? ശ്രീല പ്രഭുപാദര് ഭക്തിക്ക് നൽകുന്ന നിർവചനം ഭക്തിയുത സേവനം എന്നാണ്. അപ്പൊ നമ്മള് പലതരത്തിലുള്ള ഭക്തികൾ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും, അല്ലെ? അപ്പോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധത്തിലെ ഭക്തി എന്ന് പറയുന്നത്. അവിടെ സേവനങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. വേറെ ഒരു മാർഗവും ഇവിടെ ഇല്ല, ഒരു എളുപ്പ മാർഗവും ഇവിടെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നു, അത ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയൈ സേവോന്മുഖേ ഹി ജിഹ്വാദൗ സ്വയം ഏവ സ്ഫുരതി അധഃ. അല്ലെ? എന്താ പറയുന്ന ഇവിടെ? ഭഗവാന്റെ കൃപ മൂലം നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? അത ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ. നമ്മുടെ കേവലമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അതിനൊരിക്കലും സാധിക്കില്ല എന്ന് പറയാണ്. എങ്ങനെ പിന്നെ സാധിക്കുക? സേവോന്മുഖേ ഹി ജിഹ്വാദൗ സ്വയം ഏവ സ്ഫുരതിയത. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് നാം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത് സ്വയം നമ്മുടെ ഹൃദയത്തില് സ്ഫുരിതമാകും എന്നാണ് ഭക്തിരസാമൃത സിന്ധുവില് പറയുന്നത്. അപ്പൊ നാവ് കൊണ്ട് നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റുക? നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം, അല്ലെ? നമ്മുടെ നാവ് ഉപയോഗിച്ച്. പിന്നെ കൃഷ്ണപ്രസാദം കഴിക്കാം. അപ്പോൾ ഈ രണ്ട് സേവനങ്ങളും ഭഗവാന് വേണ്ടി ചെയ്താൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഭഗവാനെ കുറിച്ചിട്ടുള്ള നമുക്ക് ലഭ്യമാകുന്ന അറിവുകൾ നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ പ്രചരണമാണ് സത്ത എന്ന് കൃഷ്ണാവബോധ സമിതിയുടെ 7 തത്വങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, പ്രചരണമാണ് സത്ത എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് പ്രചരണം. അപ്പോൾ പ്രചരണം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നമുക്ക് എന്താണോ ഭഗവാനെ കുറിച്ചിട്ട് നമ്മുടെ പരിമിതമായ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അത് മാത്രം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. വേറെ ഒരുപാട് അറിവുകൾ നേടണമെന്നൊന്നുമില്ല. ഇപ്പോൾ ശ്രീമദ് ഭാഗവത്തില് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷി എപ്രകാരമാണോ തനിക്ക് കഴിയുന്നത്ര ഉയരത്തിൽ പറക്കുന്നത്, ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം നേടുന്ന ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ചിട്ടാണ് ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പക്ഷിയുടെ പറക്കാനുള്ള കഴിവ് പോലെയാണ് നമുക്കും ഓരോ തരത്തിലാണ് ഓരോരുത്തർക്ക് ഭഗവാൻ ജ്ഞാനം നൽകുന്നത്. അപ്പൊ നമുക്ക് ലഭ്യമാകുന്ന ജ്ഞാനത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നാം ശ്രമിക്കുക. അവരിൽ ഒരാളെങ്കിലും നാമം ജപിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ പ്രചാരണമാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ഭഗവാനെ വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ സാധിക്കും, ഭഗവാനെ സേവനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ അർജുനൻ മനസ്സിലാക്കുന്ന ആ അറിവിനെ പ്രഭുപാദ പല ഉപനിഷത്തുകളുടെ സഹായത്തോടെ നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ കൃപ മൂലം വൈദികമായിട്ടുള്ള അറിവ് കൊണ്ടാണ് അർജുനന് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ അർജുനന് മനസ്സിലായിട്ടുള്ള ആ അറിവിനെ പ്രഭുപാദ ഇവിടെ ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും ഒക്കെ സാക്ഷ്യപ്പെടുത്തലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭക്തിയുത പരബ്രഹ്മമാണ് ചരാചരങ്ങളുടെ എല്ലാം വിശ്രമ സ്ഥാനമാണ് എന്ന് കേനോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം തന്നിൽ വിശ്രമിക്കുന്നുവെന്ന് കൃഷ്ണനും പറയുന്നുണ്ട്. എല്ലാറ്റിനും വിശ്രമസ്ഥാനമായ പരമപുരുഷനെ സാക്ഷാത്കരിക്കാൻ നിരന്തരം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നവർക്കേ സാധിക്കൂ എന്ന് മുണ്ടക ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപനിഷത്തുകളിലെല്ലാം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മുണ്ടക ഉപനിഷത്ത്, കേന ഉപനിഷത്ത്, ശ്വേതശതര ഉപനിഷത്ത്, തൈത്തരീയ ഉപനിഷത്ത്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും എല്ലാം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ
ശ്രീല പ്രഭുപാദ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭക്തിയുത സേവനത്തിന്റെ ഒരു പ്രക്രിയയാണ് നിരന്തരമായിട്ടുള്ള കൃഷ്ണാനുസ്മരണം എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണനെ ഭക്തിപൂർവ്വം സേവിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരാൾക്ക് തൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാനും ഭൗതിക ശരീരത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭൗതിക ശരീരത്തോടുള്ള ഈ ഒരു മമതാബന്ധം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചാലാണ് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോവാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് അർജുനന് ഭഗവാൻ 2-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ആത്മാവിനെ കുറിച്ചിട്ടുള്ള സവിശേഷതകൾ വിശദമാക്കി കൊടുക്കുന്നത്. അർജുനൻ യുദ്ധകളത്തിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് ഭഗവാനോട് പറയും അല്ലെ, രഥം സ്ഥാപയമേ അച്യുത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഞാൻ കാണട്ടെ, അവരെന്തൊക്കെ തന്ത്രങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അർജുനൻ ഭഗവാനോട് സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് രഥം കൊണ്ടുപോവാനായിട്ട് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഭീഷ്മാചാര്യരെയും ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും മുൻപിലായിട്ട് രഥം നിർത്തുമ്പോഴാണ് അർജുനനിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലെ. അർജുനൻ തളർന്നു പോവാണ്. ഈ പിതാമഹനെയും ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും ഒക്കെ മരണത്തിന് ഞാൻ കാരണമാകുമോ എന്ന ഒരു ചിന്ത അർജുനനെ അലട്ടാൻ തുടങ്ങി. അർജുനൻ അപ്പോൾ ശാരീരിക തലത്തിലേക്ക് വന്നു അല്ലെ. അപ്പോൾ ശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബന്ധങ്ങളിൽ അർജുനൻ വിഷമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഭഗവാൻ തന്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. അർജുനൻ ഒരുപാട് കാരണങ്ങള് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലെ. കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പോവാണ്, യുദ്ധരംഗത്ത് നിന്ന് പലായനം ചെയ്യാൻ പോവാണ്, സ്ത്രീകളും കുട്ടികളും അനാഥരായി തീരും, ജാരസന്ധികൾ ഉണ്ടാകും, കുടുംബത്തിലെ മുതിർന്ന ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിൻതലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അർജുനൻ നിരത്തുന്നുണ്ട്. അപ്പോൾ ആ വാദമുഖങ്ങളെല്ലാം മുനയൊടിച്ചുകൊണ്ടാണ് ഭഗവാൻ ആത്മാവിന്റെ സവിശേഷതകളെ കുറിച്ചിട്ട് 2-ാമത്തെ അധ്യായത്തിൽ അർജുനനോട് സംസാരിക്കുന്നത് അല്ലെ. അപ്പോൾ ആദ്യമേ തന്നെ അർജുനന് ബോധ്യം വരുത്തി കൊടുക്കുകയാണ്, ആത്മാവാണ് അല്ലെ, ആത്മാവാണ് ഇവർ ഓരോരുത്തരും. ഇവരെ എന്നും എക്കാലവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ വധിച്ചില്ലെങ്കിലും അവര് ഒരിക്കൽ മരണത്തിന് കീഴടങ്ങേണ്ട ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അർജുനനെ ബോധവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ ആ അർജുനനാണ് ഇവിടെ ഇപ്പോൾ ഭഗവാനെ പരബ്രഹ്മമായിട്ടും പരമമായിട്ടുള്ള ധാമത്തിന്റെ ഉടമ, അജൻ എന്നൊക്കെ പറഞ്ഞിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ അർജുനനെ സ്വായത്തമാക്കിയിട്ടുള്ള ആ അറിവിനെ ഇവിടെ പ്രഭുപാദ പറയുന്നത് ഭഗവാന്റെ അനുസ്മരണമാണ് നമുക്ക് അതിനൊക്കെ സഹായിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഭഗവാനെ മറക്കാതിരിക്കുക ഒരിക്കലും അല്ലെ. ഭഗവാനെ എപ്പോഴും നമുക്ക് ഓർക്കാൻ സാധിക്കണം. ഇപ്പോൾ പത്മപുരാണത്തില് ഒരു ശ്ലോകം പറയുന്നുണ്ട്, സ്മാർത്തവ്യ സതതം വിഷ്ണു വിസ്മാർത്തവ്യോ ന ജാതുചിത് സർവേ വിധി നിഷേധസ്യൂർ ഏതയോരേവ കിങ്കരഹ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ സദാ സ്മരിക്കാൻ നമുക്ക് സാധിക്കണം, ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കാനും സാധിക്കണം. അപ്പോൾ ശാസ്ത്രങ്ങളിലെ എല്ലാ നിയമങ്ങളും വിലക്കുകളും ഈ 2 തത്വങ്ങളുടെ കിങ്കരന്മാരാണ് എന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഭഗവാന്റെ സ്മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തോടുള്ള ഈ ഒരു മമതാബന്ധം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജ്ഞാനത്തെ നാം വിജ്ഞാനമാക്കി മാറ്റുമ്പോഴാണ് ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്, പവിത്രയിൽ വെച്ച് പവിത്രനാണ് പരമപുരുഷ ഭഗവാൻ എന്ന് വേദങ്ങൾ വാഴ്ത്തുന്നു. ഇപ്പോൾ കൃഷ്ണന്റെ ഈ അത്യന്ത പവിത്രത മനസ്സിലാക്കിയവർ പാപങ്ങൾ നീങ്ങി വിശുദ്ധരാകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഭഗവാൻ പവിത്രതയിൽ വെച്ചിട്ട് ഏറ്റവും പവിത്ര ഉള്ള ആളാണ് അല്ലെ. അപ്പോൾ ആ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ നമുക്കും കുറച്ച് പവിത്രത ആവശ്യമാണ്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ നമുക്ക് 4 നിയമങ്ങൾ തന്നിരിക്കുന്നത്. ഭഗവാന്റെ നിരന്തരമായിട്ടുള്ള നാമജപം തന്നിരിക്കുന്നത്, ഭഗവത്ഗീത, ഭാഗവതം പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ വായനയും പഠനവും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ കൂടിയെല്ലാം നമുക്ക് പവിത്രത സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രീല പ്രഭുപാദ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സ്വയം
ഭഗവാന് സമർപ്പിതരാകാതെ ആർക്കും ഈ പാപപ്രവർത്തനങ്ങളിൽ നിന്നൊന്നും ഒഴിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഭഗവാനെ അഭയം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാണുന്ന ജരാനരകൾ അല്ലെങ്കിൽ ഈ ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ദോഷങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാന്റെ സ്മരണം നമുക്ക് അതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഭഗവാനെ നിത്യവും സ്മരിക്കാൻ അല്ലെങ്കിൽ 24 മണിക്കൂറും സ്മരിക്കാനുള്ള കാര്യങ്ങളാണ് നമുക്ക് കൃഷ്ണാവബോധത്തിലെ ശ്രീല പ്രഭുപാദ തന്നിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നാം കടന്നു പോയാൽ അല്ലേ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമുക്ക് എപ്പോഴും ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അർജുനൻ ഈ അറിവുകളെല്ലാം നേടുന്നത് ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നാണ് അല്ലെ. അപ്പോ ഈ അറിവുകളെല്ലാം വെച്ചിട്ട് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാൻ നമ്മളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ആളാണ് എന്നാണ്. അപ്പൊ ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്, കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. കൃഷ്ണനെ എപ്പോഴും ധ്യാനിക്കുകയും അദ്ദേഹവുമായുള്ള തന്റെ ദിവ്യമായ ബന്ധത്തെ ആസ്വദിക്കുകയും വേണം. പരമമായ സത്തയത്രേ കൃഷ്ണൻ. ശാരീരിക ആവശ്യങ്ങളോ ജനന മരണങ്ങളോ അദ്ദേഹത്തിനില്ല. അപ്പോൾ അർജുനൻ മാത്രമല്ല ഇതൊക്കെ പറയുന്നത് അല്ലേ, ഇത് വൈദിക കൃതികൾ പറയുന്നുണ്ട്, പുരാണങ്ങളും ചരിത്രങ്ങളും ഇത് ഊന്നി പറയുന്നുണ്ട്. മാത്രമല്ല ഭഗവാൻ സ്വയം ഭഗവത്ഗീതയിലൂടെ നമുക്ക് ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ അറിവുണ്ട് അല്ലെ. ഇപ്പോൾ അതിമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പൂതനാവധം, ശകടാസുരവധം, പിന്നെ കുറച്ച് വളർന്നപ്പോ കംസനെ വധിച്ചു. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ കുഞ്ഞായിരിക്കുമ്പോഴും വലുതായിരിക്കുമ്പോഴും എപ്പോഴും ഭഗവാൻ തന്നെയാണ്. കുഞ്ഞായിരിക്കുമ്പോൾ ശക്തിയും വലുതായിരിക്കുമ്പോൾ ശക്തിയും എല്ലാം ഒന്ന് തന്നെയാണ്. ഭഗവാനിൽ ഒന്നും വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല അല്ലെ. നമ്മൾ ജനിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 6 മാസം 1 വയസ്സ് അങ്ങനെയൊക്കെ മാറുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കും, നമ്മുടെ ബുദ്ധിക്ക് വികാസം സംഭവിക്കും, അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ നടക്കും. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 6 തരം മാറ്റങ്ങൾക്ക് വിധേയമായതാണ് എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. അപ്പോ ഭഗവാന് പക്ഷെ കുഞ്ഞായിരിക്കുമ്പോഴും വലുതായിരിക്കുമ്പോഴും എല്ലാം ഭഗവാൻ തന്നെയാണ്. അവിടെയാണ് ഭഗവാൻ നമ്മളിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്നത്. ഭഗവാൻ ആത്മാരാമൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ശ്രീമദ് ഭാഗവത്തില് പറയുന്നു അല്ലെ, ചൈതന്യ മഹാപ്രഭു ആത്മാരാമൻ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ആത്മാരാമൻ? ആത്മാരാമൻ എന്നാൽ ഭഗവാൻ സ്വയം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. ഭഗവാന്റെ സന്തോഷത്തിനോ സംതൃപ്തിക്കോ ഒന്നും പുറത്തു നിന്ന് ഒന്നും തന്നെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അല്ലെ. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ഈ പുറത്തു നിന്ന് എന്തെങ്കിലും ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാൻ സ്വയം സംതൃപ്തനാണ്. ഭഗവാന് സന്തോഷിക്കാനും സംതൃപ്തി നേടാനും മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഭഗവാനെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്, അജോ അപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോ അപിസൻ എന്ന് പറയുന്നു. എന്താ പറയുന്നത്? എനിക്ക് പിറവിയില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശമില്ല. അപ്പോൾ ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സച്ചിദാനന്ദമയമായിട്ടുള്ള ശരീരമാണ്. നമ്മുടെ അവിദ്യപൂർണമായിട്ടുള്ള ശരീരം നശിക്കപ്പെടാനുള്ളതാണ്. ഭഗവാന്റേത് ശാശ്വതമായിട്ടുള്ള ശരീരമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അർജുനൻ മനസ്സിലാക്കുന്നത് ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ്. അപ്പോൾ ഭഗവത്ഗീതയുടെ ചരിത്രം ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ വിശദമാക്കുന്നുണ്ട് അല്ലെ. ആ സമയത്ത് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അങ്ങും ഞാനും സമകാലീനനാണ്, പിന്നെ എങ്ങനെ ഞാൻ ഇതൊക്കെ വിശ്വസിക്കും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതും നമ്മളിൽ നിന്ന് ഭഗവാനെ വ്യത്യസ്തനാക്കുന്ന ഘടകമാണ്. 2-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ ശ്രീല പ്രഭുപാദ പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ അല്ലെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിക്കുന്നു, അതിലെ വൈറ്റമിൻസ് ഒക്കെ ആഗിരണം ചെയ്യപ്പെടുന്നു, പിന്നെ നമ്മളുടെ ശരീരത്തില്
ശ്വസനം നടക്കുന്നു, ഓക്സിജൻ പല ഭാഗങ്ങളിലേക്കും എത്തുന്നു. ഈ കാര്യങ്ങളൊന്നും തന്നെ പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്ക് ഒരിക്കലും ലഭ്യമല്ല, അല്ലെ? നമ്മുടെ ശരീരത്തെക്കുറിച്ച് പോലും നമുക്ക് ഭാഗികമായിട്ടുള്ള അറിവുകളേ ഉള്ളൂ. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ പരമാത്മാവായിട്ട് ഇരിക്കുന്ന എല്ലാ ശരീരങ്ങളെയും കുറിച്ചിട്ടും ഭഗവാൻ ബോധവാനാണ്. ഭഗവാന് എല്ലാ ശരീരങ്ങളെ കുറിച്ചിട്ടും അറിവുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭഗവാനെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നാം ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് നേടുമ്പോൾ ഈ ഒരു പരിപൂർണ ജ്ഞാനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കണം. അത് ഗുരുശിഷ്യ പരമ്പരയിലൂടെ മാത്രം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ അർജുനൻ ഈ അറിവുകളൊക്കെ നേടുന്നത് ഭഗവാന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലെ? അപ്പൊ ഭഗവത് കരുണ കൊണ്ട് മാത്രമാണ് അർജുനൻ ഇതെല്ലാം മനസ്സിലാക്കാനും അറിയുവാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോ അർജുനൻ ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു 2 ശ്ലോകങ്ങളിലെ പ്രസ്താവനകൾ നമ്മൾ അതേപടി അംഗീകരിക്കണം എന്നാണ് പ്രഭുപാദ പറയുന്നത്. അർജുനൻ എന്താ പറയുന്നത്? അർജുനൻ ഭഗവാനെ പരബ്രഹ്മമായിട്ടും പരമമായിട്ടുള്ള ധാമത്തിന്റെ ഉടമയായിട്ടും നിരപേക്ഷ തത്വമായിട്ടും ആദിപുരുഷനായിട്ടും അജനായിട്ടും എല്ലാം അംഗീകരിക്കുകയാണ്. അപ്പൊ അർജുനനെ പോലെ നമുക്കും ഭഗവാനെ അംഗീകരിക്കാനായിട്ട് സാധിക്കണം. ഇപ്പൊ ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ജ്ഞാനമാണ് ആധികാരികമായിട്ടുള്ള ജ്ഞാനം. അപ്പോൾ ഭഗവാനിൽ നിന്ന് വരുന്ന ആധികാരികമായിട്ടുള്ള പരമ്പരകളിൽ നിന്നുള്ള ഗുരുക്കന്മാരെ നാം സ്വീകരിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം നാം ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പൊ ഗുരുശിഷ്യ പരമ്പര വഴി വരുമ്പോഴാണ് നമുക്ക് അറിവ് നേടാനുള്ള പാത സുഗമമായിട്ട് മാറുന്നത്. ഇപ്പൊ അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയവരിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങള് ഭഗവാൻ ഒന്നുകൂടി വ്യക്തമാക്കി കൊടുത്തപ്പോൾ അർജുനൻ അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അർജുനനെ പോലെയുള്ള ഒരു പഠിതാവിന് ഭഗവത്ഗീത യഥാരൂപം മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും ജീവിത വിജയം പ്രാപ്തമാക്കാനും സാധിച്ചു. അതുകൊണ്ടാണ് അർജുനനെ പോലെ വേണം നാം ഭഗവത്ഗീതയെ സമീപിക്കാൻ എന്ന് ശ്രീമദ് ഭഗവത്ഗീതയുടെ അവതാരികയിൽ പ്രഭുപാദ പറയുന്നത്. അപ്പോൾ ഗുരുശിഷ്യ പരമ്പര വഴി നമുക്കും അറിവ് സ്വായത്തമാക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഭഗവാനിൽ നിന്ന് ആരംഭിക്കുന്ന ആധികാരികമായിട്ടുള്ള പരമ്പരയിൽ നിന്ന് ഒരു ഗുരുവിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും ചെയ്താൽ അർജുനനെ പോലെ നമുക്കും ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും കേൾക്കാനും അറിയാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കും. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്, ഗുരുശിഷ്യ പരമ്പരയിൽ പെടാത്തവർക്ക് ഭഗവത്ഗീത ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തെയൊക്കെ പ്രഭുപാദ ഇവിടെ വിമർശിക്കുന്നുണ്ട്, അല്ലെ? ഇന്നത്തെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എവിടെയാണ് അവര് ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പോൾ ഒരുപാട് കാലം, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വയസ്സ് ചെന്നപ്പോഴാണ് ഭഗവത്ഗീത കാണാനും പഠിക്കാനും ഒക്കെ അവസരം കിട്ടിയത്. അപ്പോൾ നമ്മൾ പലരും അതുപോലെയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾക്ക് കിട്ടിയതിനേക്കാളും മുൻപേ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്ക് ഇന്ന് സാധിക്കും. അപ്പോൾ അതിലാണ് നാം വിജയം കൈവരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് ബോധവൽക്കരിക്കാൻ സാധിക്കണം. ഭഗവാനെ കുറിച്ചിട്ട് ഒരു വാക്കെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അവരെ ഭഗവാന്റെ നാമം ജപിപ്പിക്കുവാനായിട്ട് പ്രാപ്തരാക്കണം. അപ്പോൾ ഈ കടമകളാണ് നമുക്ക് പ്രഭുപാദ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും ഈ അറിവുകളൊന്നും ആർക്കും നേടാനായിട്ട് സാധിക്കില്ല. നമ്മളും ആധുനിക വിദ്യാഭ്യാസം ഒക്കെ കൈവശപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്, അല്ലെ? പക്ഷെ നമ്മൾക്ക് ഇപ്പോഴാണ് ഈ ആധ്യാത്മിക ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ആധ്യാത്മിക ജ്ഞാനം ലഭിക്കുമ്പോഴാണ് ഭഗവാൻ ഒരു ധാമമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലെ? വൈകുണ്ഠം എന്നൊക്കെ കേട്ടിട്ടൊന്നുള്ളതല്ലാതെ ഭഗവാന് സ്വന്തമായിട്ട് ഗോലോക വൃന്ദാവനം എന്ന് പറയുന്ന ഒരു ധാമമുണ്ട്, ഭഗവാൻ രാധാറാണിയോടൊപ്പം അവിടെ വസിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മനസ്സിലാക്കിയ സത്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ആധുനിക വിദ്യാഭ്യാസവും ആധ്യാത്മിക വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയൊക്കെ തെളിവുകൾ നാം നിരത്തി വെച്ചാലും കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര പുരുഷനാണ് എന്നൊക്കെയാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണയിൽ നിന്ന് ഒട്ടും തന്നെ പുറകോട്ട് പോവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോവാൻ അവർ ഒട്ടും തയ്യാറാവുകയുമില്ല. അപ്പോൾ നാം
ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ അല്ലേ, നമ്മൾ വേറെ എവിടുന്നോ വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന അന്യജീവിയെ പോലെയാണ് ആൾക്കാർ നമ്മളെ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ആ ജ്ഞാനം, നമുക്ക് കിട്ടിയ ആ ജ്ഞാനം നമ്മൾ പകർന്നു കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്ലോകവും അല്ലെങ്കിൽ അർജുനനെ മനസ്സിലായ കാര്യങ്ങളും ഒക്കെ പ്രഭുപാദ ഇത്ര വിശദമായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇപ്പൊ പരമദിവ്യോത്തമ പുരുഷനാണ് ശ്രീകൃഷ്ണൻ എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ടുള്ള ഒരു ഭാവാർത്ഥം നമുക്ക് പ്രഭുപാദ തന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കുവാൻ, അറിയുവാൻ, ഭഗവാനെ കുറിച്ചിട്ടുള്ള എല്ലാം സ്വായത്തമാക്കുവാൻ, ഭഗവാനെ നേടുവാൻ ഒക്കെ നമുക്ക് അറിവുകൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ അറിവുകൾ നാം ശേഖരിക്കുന്നതും സ്വായത്തമാക്കുന്നതും ആധികാരികമായിട്ട് ഭഗവാനിൽ നിന്ന് വരുന്ന ഗുരുശിഷ്യ പരമ്പരയിലൂടെ ആവണം. അപ്പോൾ ശ്രവണം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ആധ്യാത്മിക ജീവിതത്തിൽ. അപ്പോൾ നാം കേൾക്കാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ആളാണോ എന്ന് നാം തീർച്ചയായിട്ടും നോക്കണം. അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് നാം ശ്രദ്ധിക്കാവൂ. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഗുണം ചെയ്യൂ. അല്ലാത്തവയെല്ലാം സാമൂഹിക കോലാഹലം മാത്രമാണ് ഉണ്ടാക്കുന്നതെന്ന് ഭാഗവതം പറയുന്നുണ്ട്. ശ്രമ ഏവൈഹി കേവലം എന്നാണ് ഇത്തരം കാര്യങ്ങളെ ശ്രീമദ് ഭാഗവതം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനെ നേടണമെങ്കിൽ നാം പ്രയത്നിക്കണം. അത് ശരിയായ പാതയിലാവണം, ശരിയായ രീതിയിലാവണം. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഭഗവാനെ നേടുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ പരിശ്രമമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. അപ്പോൾ നാം ഭഗവാനെ നേടുവാൻ, ഭഗവാനെ അറിയുവാൻ, ഭഗവാനെ മനസ്സിലാക്കുവാനായിട്ട് പ്രയത്നിക്കുമ്പോൾ നമ്മളിലെ ആത്മാർത്ഥത കാണുമ്പോൾ ഭഗവാന് നമ്മളോട് അനുകമ്പ തോന്നും. അപ്പോൾ അതാണ് സവിശേഷമായിട്ടുള്ള അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ടിരുന്ന് അവരുടെ അജ്ഞാനജന്യമായിട്ടുള്ള തമസിനെ അകറ്റുമെന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന് നമ്മളോട് അനുകമ്പ തോന്നണമെങ്കിൽ നമ്മൾ ഭഗവാന് വേണ്ടി പ്രയത്നിക്കണം, സേവനങ്ങൾ ചെയ്യണം. അപ്പൊ ഭഗവാനെ അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഈ പ്രയത്നങ്ങൾ കൊണ്ടാണ്. നമുക്ക് ഒരുപാട് ആചാര്യന്മാരുണ്ട് അല്ലെ, ഒത്തിരി കാര്യങ്ങളെല്ലാം നാം അവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നാം സ്വായത്തമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ അറിവുകളൊക്കെ നേടണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രയത്നിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവാനെ നേടുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ഭഗവാന്റെയും ഗുരുവിൻ്റെയും കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സത്സംഗം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ഭഗവാനെ കുറിച്ചിട്ട് പറയുവാനും കേൾക്കുവാനും ഒക്കെ സാധിക്കുന്നത് വളരെ അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭഗവാനെ നേടുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അതിന് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുവിന്റെ കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.